ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് രാവിലെ 9 മണിയായപ്പോഴേക്കും ഞങ്ങൾ ട്രെയിനിലാണ് ഇവിടെ വന്നിറങ്ങിയത്. ഇന്നൊരു ദിവസമേ സമർഖണ്ഡിലുള്ളൂ. സാർഷത്ത് എന്ന ഈ ഡ്രൈവറെ കിട്ടിയതാണ് ഇന്നത്തെ ഭാഗ്യം. നല്ല സഹകരണമുള്ള ഗംഭീര കക്ഷി. ഈ നഗരത്തിലെ പല കാഴ്ചകളിലൂടെ കടന്നുപോയി കഴിഞ്ഞു. മുന്നിൽ ഒരു ലാദ കാർ പോകുന്നുണ്ട്. അത് പഴയ സോവിയറ്റ് കാലത്തിന്റെ ഓർമ്മകളിലേക്ക് എത്തിക്കുന്നു. സമർഖണ്ഡ് വലിയ ചരിത്രമുള്ളൊരു നഗരമാണ്, പ്രമുഖമായ സാംസ്കാരിക നഗരം. ഞങ്ങളുടെ കാർ വലിയൊരു ഉദ്യാനത്തിന്റെ ഭാഗത്തേക്കെത്തുന്നു. റെഗിസ്ഥാൻ എൻസംബിൾ എന്നൊരു ഭാഗത്തേക്കാണ് എത്തുന്നത്. റെഗിസ്ഥാൻ പാർക്ക് എന്ന ഒരു ഉദ്യാനമാണിതെല്ലാം. റെഗിസ്ഥാൻ എന്നാൽ നഗരഹൃദയം, സിറ്റി സ്ക്വയർ എന്നൊക്കെയാണ് അർത്ഥം. കാർ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി നടന്നു. നേരെ മുന്നിൽ ആ ചരിത്ര മന്ദിരങ്ങൾ കാണാം. ഉസ്ബെക്കിസ്ഥാന്റെ ലാൻഡ്മാർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന മന്ദിര സമുച്ചയം. ഇന്ത്യക്ക് താജ്മഹൽ എന്ന പോലെയാണത്. ഇതാണ് റെഗിസ്ഥാൻ എൻസംബിൾ, അതായത് 3 മദ്രസകളും മോസ്കുമൊക്കെയുള്ളൊരു കോംപ്ലക്സ്. അതിൻ്റെ നടുവിൽ വലിയൊരു ചത്വരം. ഇവിടെ ഒരു വ്യൂയിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ആ കാഴ്ച കാണാം. കൂറ്റൻ നിർമ്മിതികളാണ്, വിശാലമായ നടുമുറ്റവും. ഇതാണ് ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക ചിഹ്നം. ചത്വരത്തിനു ചുറ്റുമായി 3 മദ്രസകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒരു മദ്രസയോട് ചേർന്ന് വലിയൊരു മോസ്കുമുണ്ട്. നീല താഴികക്കുടം മോസ്കിൻ്റേതാണ്. അവിടുത്തെ വിശദമായ കാഴ്ചകളിലേക്ക് പോകണം. രാത്രിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയൊക്കെ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഗാലറി പോലുള്ള സംവിധാനങ്ങൾ പണിതിട്ടിട്ടുണ്ട്. അത് മാർബിൾ വിരിച്ചതാണ്. റെഗിസ്ഥാൻ പാർക്ക് എന്ന് പറയുന്നത് ഒരു ഉദ്യാനമാണ്. ചുറ്റുഭാഗത്തും വൃക്ഷനിബിഡമായൊരു പ്രദേശം. ധാരാളം ഫോട്ടോഗ്രാഫർമാരുണ്ട് ഇവിടെ. വില കൂടിയ ലെൻസുള്ള ക്യാമറകളുമായി വിശ്രമിക്കുകയാണവർ. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്നവരാണ് ചിലർ. അവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുന്നതിനായി ഫോട്ടോഗ്രാഫർമാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഇതാണ് എൻസംബിളിന് അകത്തേക്ക് പോകാനുള്ള ഗേറ്റ്. റെഗിസ്ഥാൻ പാർക്ക് എന്ന ഈ വിശാലമായ ഉദ്യാനത്തിനകത്തുകൂടി നടന്ന് വളഞ്ഞു ചുറ്റി വേണം എൻസംബിളിലേക്ക് പോകാൻ. അങ്ങോട്ട് നടക്കുകയാണ്. ഉദ്യാനം വളരെ ഭംഗിയായി സംരക്ഷിച്ചിരിക്കുന്നു. നല്ല സമ്മറാണെങ്കിലും പച്ചപ്പിനൊന്നും ഒരു കോട്ടവുമില്ല. വളരെ പെർഫെക്റ്റായി നനച്ച് വൃത്തിയായി സംരക്ഷിക്കുന്നു. ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള ചെറിയ രാജ്യങ്ങൾ പോലും എത്ര ഗംഭീരമായിട്ടാണ് അവരുടെ ചരിത്ര നിർമ്മിതികളും അതിൻ്റെ പരിസരങ്ങളും പരിപാലിക്കുന്നതെന്ന് നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. എൻ്റെ സുഹൃത്ത് രാകേഷ് പതിവ് പോലെ മുൻപേ പോയി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് നമുക്ക് കോംപ്ലക്സിലേക്ക് പോകാം. റെഗിസ്ഥാൻ എന്നാൽ പേർഷ്യൻ ഭാഷയിൽ മണൽ പ്രദേശം, മരുഭൂമി എന്നൊക്കെയാണ് അർത്ഥം. തിമൂർ സാമ്രാജ്യകാലത്ത് രാജകീയ ചടങ്ങുകൾക്കും മറ്റും സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടിയിരുന്ന ഒരു മൈതാനമായിരുന്നു റെഗിസ്ഥാൻ. നേരെ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ ഷെർദോർ മദ്രസയാണ്. 17-ാം നൂറ്റാണ്ടിൽ സമർഖണ്ഡിന്റെ ഭരണാധികാരിയായിരുന്ന എലാങ്തുഷ് ബഹാദൂറിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണത്. മധ്യത്തിലുള്ളത് തില്യാക്കോറി മദ്രസയാണ്. ഇടതുവശത്ത് ഈ കാണുന്നത് ഉളൂഗ് ബെഗ് മദ്രസയും. ഉളൂഗ് ബെഗ് മദ്രസ ആദ്യം കയറി കാണാൻ ഞാൻ തീരുമാനിച്ചു. അലങ്കാര സമൃദ്ധമായ മുഖപ്പോടുകൂടിയ മദ്രസ. അതൊക്കെ കൂറ്റൻ നിർമ്മിതികളാണ്. ചുവട്ടിലൂടെ നടക്കുന്ന മനുഷ്യരുടെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോഴേ അതിൻ്റെ വലിപ്പം മനസ്സിലാകുകയുള്ളൂ. ഇതൊക്കെ അടുത്ത കാലത്ത് നവീകരിച്ചെടുത്തതാണ്. ഒരിടക്കാലത്ത് ഇതൊക്കെ കോലം കെട്ടുപോയിരുന്നു. ആ നാശത്തിൽ നിന്നും പഴയ മോടിയോടെ ഈ ചരിത്രമന്ദിരങ്ങൾ വീണ്ടെടുക്കുകയാണുണ്ടായത്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. ഈ മദ്രസകളെല്ലാം നടുമുറ്റത്തോടുകൂടിയ നാലുകെട്ടുകളാണെന്ന് പറയാം. കൂറ്റൻ നാലുകെട്ട്. പോഴ്സ്ലിൻ കൊണ്ടുള്ള ചിത്രപ്പണികളാണ് ചുവരുകളിൽ. അതിനാൽ അതൊന്നും ഒരു കാലത്തും മങ്ങിപ്പോവില്ല. പെയിന്റ് അടിക്കുകയേ വേണ്ട. ഞാൻ മദ്രസയുടെ നടുമുറ്റത്തേക്ക് നടന്നു. ഒരു ഇടുങ്ങിയ പാതയിലൂടെ വേണം അങ്ങോട്ട് പോകാൻ. 15-ാം നൂറ്റാണ്ടിൽ പണിതതാണ് ഉളുഗ് ബെഗ് മദ്രസ. തിമൂറിഡ് രാജവംശത്തിലെ സുൽത്താനായിരുന്ന ഉളുഗ് ബെഗാണ് ഇത് സ്ഥാപിച്ചത്. മികച്ച ഭരണാധികാരി എന്നതിനൊപ്പം നല്ലൊരു മാത്തമാറ്റീഷ്യനും ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായിരുന്നു ഉളുഗ് ബെഗ്. തന്റെ ഭരണകാലത്ത് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു അദ്ദേഹം.
1417 മുതലുള്ള 3 വർഷം കൊണ്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം. 15-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്തെ പ്രധാന യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു ഈ മദ്രസ. വിവിധ ദേശങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനെത്തിയിരുന്നു. തിമൂറിന്റെ കൊച്ചുമകനായിരുന്നു ഈ മദ്രസയുടെ സ്ഥാപകനായ ഉളൂഗ് ബെഗ്. മിർസ മുഹമ്മദ് തരാഗായി ഷാരൂഖ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഉളൂഗ് ബെഗ് എന്ന പേരിനർത്ഥം മഹാനായ ഭരണാധികാരി എന്നാണ്. ഞാൻ മദ്രസയുടെ പ്രധാന ബിൽഡിങ്ങിനകത്തേക്ക് കയറി ചെന്നു. ഇതിലായിരുന്നു ക്ലാസുകളും ചർച്ചകളും ഡിബേറ്റുകളും എല്ലാം നടന്നിരുന്നത്. അതിപ്പോൾ വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിഗംഭീരമായൊരു വാസ്തുവിദ്യാ ശൈലിയാണ് അവിടെ കാണുന്നത്. ഈ മദ്രസയുടെ നിർമ്മാണത്തിനായി ഇറാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നുമൊക്കെ കലാകാരന്മാരെ വരുത്തിയിരുന്നെന്നാണ് ചരിത്രം. പലതവണ പ്ലാൻ പരിഷ്കരിച്ച ശേഷമാണ് മദ്രസയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. 81 മീറ്റർ നീളവും 56 മീറ്റർ വീതിയും 33 മീറ്റർ ഉയരവും നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. പേർഷ്യൻ, തിമൂറിഡ് ശൈലികൾക്കൊപ്പം ചില ഭാഗങ്ങളിൽ യൂറോപ്യൻ ശൈലിയും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അസ്ട്രോണമിയോടുള്ള തന്റെ താൽപര്യത്തിന്റെ പ്രതീകമായി ആകാശത്തിന്റെ നിറമായ നീല ധാരാളമായി ഇതിൽ ഉപയോഗിക്കാൻ സുൽത്താൻ നിർദ്ദേശിച്ചിരുന്നു. മദ്രസയിലെ ചില പ്രവർത്തനങ്ങൾ ഇവിടെ കാണാം. പഠിതാക്കൾ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇങ്ങനെ ചർച്ചകൾ നടത്തും. ഉസ്താദ് നടുക്കിരുന്ന് അത് നയിക്കുകയും ചെയ്യും. ഇതിവിടെ ഉണ്ടായിരുന്ന ഉസ്താദുമാരുടെയും മുല്ലമാരുടെയും മാതൃകകളാണ്. ഇവരെല്ലാവരും ഇവിടുത്തെ പ്രമുഖരായിരുന്നു. കാലിഗ്രാഫി പഠിപ്പിക്കുന്നവർ വരെ ഉണ്ടായിരുന്നു മദ്രസയിൽ. ഇത് അത്തരമൊരു മുല്ലയാണ്. മൗലോനോ മുഹമ്മദ് ഉലിം. ഇത് ഖ്വാജ കുർദ് എന്ന ഉസ്താദാണ്. അലീഷർ നവോയി എന്ന മറ്റൊരു അധ്യാപകനാണിത്. ആ ഹാളിൽ നിന്നും ഇറങ്ങി. ഈ മദ്രസ ഇന്നൊരു മ്യൂസിയവും സാംസ്കാരിക കേന്ദ്രവുമെല്ലാമാണ്. അതിമനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ടിത്. നല്ല മാർബിളിട്ട് സുന്ദരമാക്കിയ ഹാളുകൾ. വേറൊരു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടെയും ഒരു ക്ലാസ് മുറിയാണ് കാണുന്നത്. വലത്തേ അറ്റത്ത് ഉളുഗ് ബെഗ് സുൽത്താൻ തന്നെയാണ്. ജ്യോതിശാസ്ത്രവും ഭൂമിശാസ്ത്രവുമൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് അന്ന് പഠിപ്പിച്ചിരുന്നോ എന്നറിയില്ല. മ്യൂസിയം സെറ്റ് ചെയ്തപ്പോൾ ഒരു ഗ്ലോബൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ആ ഹാളിൽ നിന്നും ഇറങ്ങി. പഴയകാലത്ത് മദ്രസ എന്നത് മതപഠനം മാത്രം നടന്നിരുന്ന സ്ഥാപനങ്ങളായിരുന്നില്ല. ഖുർആൻ ഒരു പഠന വിഷയമാണ്. അതോടൊപ്പം ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യം, ഫിലോസഫി, ജോഗ്രഫി, സാഹിത്യം എന്നിവയെല്ലാം പഠിപ്പിച്ചിരുന്നു. ഈ മദ്രസയിൽ ഉളുഗ് ബെഗ് സുൽത്താനും 2 വിഷയങ്ങളിൽ ക്ലാസ് എടുത്തിരുന്നു. ഇംഗ്ലീഷ് ലോകത്ത് ഓക്സ്ഫോർഡ് എന്ന് പറയുന്നത് പോലെ ഒരു കാലത്ത് ഇസ്ലാമിക ലോകത്തെ മികച്ച യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു ഈ മദ്രസ. രാകേഷ് ഇവിടെ ഒരു മരത്തണലിലുണ്ട്. ഉളുഗ് ബെഗ് മദ്രസയുടെ മുഖപ്പും മറ്റും പുനരുദ്ധരിക്കുന്ന പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുനരുദ്ധരിപ്പിക്കുന്നവർ ആണിയും ഡ്രില്ലുമൊക്കെ ഉപയോഗിച്ച് പഴമയെ നശിപ്പിക്കുമോ എന്ന് എനിക്കൊരു പേടി തോന്നി. നേരെ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ തില്യാക്കോറി മദ്രസയാണ്. തിലിയാക്കോറി മദ്രസയെന്നും അതറിയപ്പെടുന്നുണ്ട്. അത് നേരത്തെ കണ്ടതിലും കുറെ കൂടി വലുതാണ്. റഗിസ്ഥാൻ എൻസംബിളിലെ മദ്രസകളിൽ ഏറ്റവും വലുത് തില്യാക്കോറിയാണ്. ഇവിടെയുള്ള മദ്രസകളിൽ ഏറ്റവും അവസാനമായി നിർമ്മിച്ചതും ഇതുതന്നെ. അതിഗംഭീരമായ ഒരു നിർമ്മിതി. അതിനു മുന്നിൽ ഫോട്ടോഷൂട്ടിന് ധാരാളം ആളുകൾ എത്തുന്നു. വധൂവരന്മാർ വരും. അതുപോലെ പ്രോഡക്റ്റുകളുടെ പരസ്യത്തിനുള്ള ഫോട്ടോഷൂട്ടിനു വേണ്ടി മോഡലുകളും ഫോട്ടോഗ്രാഫർമാരും വരും. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ പലതരത്തിലുള്ള ഫോട്ടോകൾ എടുക്കുന്നത് കാണാം. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അതെനിക്ക് കൗതുകമുള്ളൊരു കാര്യമായതുകൊണ്ട് കുറച്ചു നേരം കണ്ടുനിന്നു. വസ്ത്രവും ആ ചുമരുകളും വർണ്ണപ്പകിട്ടുകളുമെല്ലാം ആകർഷകം. ഫോട്ടോഗ്രാഫർമാർ വളരെ പ്രൊഫഷണലും ബുദ്ധിമാന്മാരുമാണ്. നല്ല കലാകാരന്മാർ. വലിയ സന്നാഹങ്ങളോ സഹായികളോ ഒന്നുമില്ല. ഞാൻ തില്യാക്കോറി മദ്രസയുടെ നടുമുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. തിമൂറിന്റെ പരമ്പരയിലെ അവസാനത്തെ മഹാനായ ഭരണാധികാരിയായി അറിയപ്പെടുന്ന യലാങ് തുഷ് ബഹാദൂർ ആണ് ഈ മദ്രസ പണികഴിപ്പിച്ചത്. ഒരു വിദ്യാലയം എന്നതിനൊപ്പം വലിയൊരു ആത്മീയ കേന്ദ്രമായിരുന്നു തില്യാക്കോറി മദ്രസ.
1646 മുതലുള്ള 13 വർഷം കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത്. മദ്രസയോടനുബന്ധിച്ച് ഒരു മോസ്ക് കൂടി ഉണ്ടെന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതിനകം സ്വർണ്ണവർണ്ണത്താൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. തില്യാക്കോറി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്വർണം കൊണ്ട് പൊതിഞ്ഞത് എന്നാണ്. അതിഗംഭീരമായ ഹാളുകൾ. മോസ്കിന്റെ ഭാഗമാണിത്. സ്വർണ്ണ പെയിന്റിങ്ങുകളാണ്. അതിൽ ലൈറ്റ് കൂടി അടിക്കുമ്പോൾ വേറൊരു ഭാവത്തിലേക്ക് മാറുന്നു. മദ്രസയുടെ നടുമുറ്റത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. നടുമുറ്റത്ത് നിന്ന് ഞങ്ങൾ പുറത്തേക്കിറങ്ങുകയാണ്. പുറത്തേക്കിറങ്ങിയെത്തുമ്പോൾ മറുഭാഗത്ത് മറ്റൊരു മദ്രസ കാണുന്നു. ഷർദോർ മദ്രസയാണ് അകലെ കാണുന്നത്. ഇനി അവിടേക്കാണ് പോകേണ്ടത്. അതാണ് റെഗിസ്ഥാന്റെ ഒരതിര്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് തില്യാക്കോറി മദ്രസയുടെ മുറ്റത്താണ്. അങ്ങകലെ കാണുന്നതാണ് ഷർദോർ മദ്രസ. അതിന്റെ മുന്നിലേക്ക് ഇവിടെ നിന്ന് ഒരു തറ നീണ്ടുപോകുന്നുണ്ട്. അതിലേ നടന്നു പോകാം. ഷർദോർ മദ്രസയും 17-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. ഷെർദോർ മദ്രസയുടെ പ്രധാന വാതിലിനടുത്തേക്ക് എത്തും മുൻപ് ചെറിയൊരു ഹോളുണ്ട്. അതിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ പരവതാനികളുടെ ഒരു ഡിസ്പ്ലേ ആണ് കണ്ടത്. വിൽപ്പനയ്ക്കുള്ളതാണെന്ന് തോന്നുന്നു. അത് ഭംഗിയായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പരവതാനി നിർമ്മാണത്തിന്റെ വലിയൊരു കേന്ദ്രമാണല്ലോ ഉസ്ബെക്കിസ്ഥാൻ. മധ്യേഷ്യയിലെ പല രാജ്യങ്ങളിലും പരവതാനി നിർമ്മാണം പ്രധാന തൊഴിലാണ്. സ്ത്രീകളാണ് കൂടുതലായും ഈ പരവതാനികളുടെ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത്. വിന്ററിൽ സ്ത്രീകൾ വീട്ടിലിരുന്ന് പരവതാനി നെയ്യുന്നു. ഇന്ന് പരവതാനി നെയ്ത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച് പരവതാനി നെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി. 1619-നും 1636-നും ഇടയിലായിരുന്നു ഷർദോർ മദ്രസയുടെ നിർമ്മാണം. അക്കാലത്തെ മദ്രസകളുടെ അലങ്കാരപ്പണികളിൽ നിന്നും വ്യത്യസ്തമായി സിംഹം തുടങ്ങിയ മൃഗങ്ങളുടെ ചിത്രങ്ങൾ ഇതിന്റെ ചുമരുകളിലെ ടൈൽ വർക്കുകളിലുണ്ട്. പരമ്പരാഗതമായി ഇസ്ലാമിക ആരാധനാലയങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുമ്പോൾ മൃഗചിത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് പതിവ്. മധ്യേഷ്യയിലെ തന്നെ ഏറ്റവും പ്രാധാന്യമാർന്നതും വിപുലവുമായ ചരിത്ര നിർമ്മിതികളാണ് റെഗിസ്ഥാൻ എൻസംബിളിലെ ഈ മദ്രസകൾ. 2001-ൽ യുനെസ്കോ ഇവയെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. 3 മദ്രസകളും ചേർന്ന് നിൽക്കുന്ന മനോഹരമായ കാഴ്ച. ഒരു വശത്ത് ഉദ്യാനം. റെഗിസ്ഥാൻ പാർക്കിന്റെ മറ്റൊരറ്റത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ എത്തുമ്പോൾ ഫോട്ടോഷൂട്ടുകാരുടെ ബഹളമാണ്. വിവാഹങ്ങളുടെ ഫോട്ടോഷൂട്ടുകളുടെ ഒരു പ്രധാന ഡെസ്റ്റിനേഷനാണിവിടം. സമർഖണ്ഡിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകളൊക്കെ കല്യാണം കഴിച്ചാൽ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നത് നാട്ടുനടപ്പാണ്. വിവാഹം കഴിഞ്ഞ് 1-2 ദിവസത്തിനു ശേഷമാണ് ഇവർ ഇവിടെ ഫോട്ടോഷൂട്ടിന് വരിക. വിവാഹത്തിന്റെ അതേ വേഷങ്ങളോടെ തന്നെ. ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിലും വിവാഹവേഷം പാശ്ചാത്യ ശൈലിയിലാണിവിടെ. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കുറേ ആളുകളുണ്ട്. വിവാഹ ഫോട്ടോ എടുക്കാൻ വരുന്നവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണോ അതോ ടൂറിസ്റ്റുകളാണോ എന്നറിയില്ല. പല ബാച്ചുകളുണ്ട് വധൂവരന്മാർ. നടന്നും ഇരുന്നും കിടന്നുമൊക്കെയുള്ള ഫോട്ടോഷൂട്ടുകളാണ്. റെഗിസ്ഥാനിലെ വ്യൂയിങ് പ്ലാറ്റ്ഫോം എന്ന ഭാഗമാണിത്. അവിടെയും ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. വളരെ സജീവമായ കാഴ്ചകൾ. എല്ലാ ദിവസവുമുണ്ട് ഇവിടെ ഇത്. ചരിത്ര നിർമ്മിതികളുടെ പശ്ചാത്തലത്തിൽ വധൂവരന്മാർ അവരുടെ ജീവിതത്തിലെ സുപ്രധാന നിമിഷത്തെ അവിസ്മരണീയമാക്കുന്നു. ഞാൻ പാർക്കിങ്ങിലേക്ക് വണ്ടിയിൽ കയറാൻ ചെല്ലുമ്പോൾ അവിടെയുമുണ്ട് നവദമ്പതികൾ. ഞാനൊരു ഫോട്ടോ എടുത്തപ്പോൾ അവർ എന്നെ വണങ്ങുന്നു. അത്ര ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ മനുഷ്യർ. വളരെ ഹൃദ്യമാണ് പെരുമാറ്റം. വധുവിന്റെ വസ്ത്രം താങ്ങിപ്പിടിച്ചു പോകാനും മറ്റും ഒരു സഹായി എപ്പോഴും കൂടെ ഉണ്ടാകണം. ഞങ്ങൾ അവിടെ നിന്ന് കാറിൽ കയറി. ഇനി ഒരു സ്ഥലം കൂടി കണ്ടുകഴിഞ്ഞാൽ സമർഖണ്ഡിലെ പ്രധാന കാഴ്ചകളെല്ലാം പൂർത്തിയാവും. സമയം 3:30 കഴിഞ്ഞിരിക്കുന്നു.
ഇപ്പോൾ ഞങ്ങൾ എത്തുന്നത് ഇവിടുത്തെ അമീർ തിമൂർ മുസോളിയത്തിലേക്കാണ്. സമർഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. അമീർ തിമൂർ എന്ന ഉസ്ബെക്കിസ്ഥാൻകാരുടെ ഏറ്റവും വലിയ ഹീറോയെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലം. വടക്കേ ഇന്ത്യ മുതൽ തുർക്കി വരെ വ്യാപിച്ചു കിടന്ന ഒരു സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണല്ലോ തിമൂർ. അദ്ദേഹത്തിന്റെ കുടീരം കൂടി സന്ദർശിക്കാതെ ഈ രാജ്യത്ത് നിന്ന് മടങ്ങുന്നതെങ്ങനെ? വലിയൊരു അക്രമിയും കീഴടക്കലുകാരനുമൊക്കെ ആയിരുന്നുവെങ്കിലും ഈ നാട്ടുകാർക്ക് എന്നും ഹീറോയാണ് അമീർ തിമൂർ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പലരെയും ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ആ കുടീരത്തിനകത്തേക്ക് കയറി ചെന്നു. ഇന്ത്യയെ ആക്രമിക്കുകയും അയൽ രാജ്യങ്ങളെയൊക്കെ കീഴടക്കുകയും ഒട്ടേറെ കൊലകൾക്കും ക്രൂരതകൾക്കും നേതൃത്വം വഹിക്കുകയും ചെയ്തയാളാണ് അമീർ തിമൂർ. എങ്കിലും ഉസ്ബെക്കിസ്ഥാൻകാരുടെ ഹീറോയാണ് അദ്ദേഹം, ചരിത്രപുരുഷനും. ഇതിനകത്താണ് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ഹാളിന്റെ നടുക്ക് കുറെ ഖബറുകളുണ്ട്. മാർബിൾ കൊണ്ട് പൊതിഞ്ഞ കല്ലറകൾ. അതിനിടയിൽ ഒരെണ്ണം കറുത്ത നിറത്തിലുള്ള ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കാണാം. അതാണ് അമീർ തിമൂറിന്റെ ഖബർ. സമർഖണ്ഡ് തലസ്ഥാനമായി അതിവിപുലമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തയാളാണ് തിമൂർ. സമീപ പ്രദേശങ്ങളായ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, ജോർജിയ, തുർക്കി തുടങ്ങിയവയെല്ലാം പടയോട്ടങ്ങളിലൂടെ അമീർ തിമൂർ അധീനതയിലാക്കി. 1398 തിമൂർ ഇന്ത്യയിലേക്ക് പട നയിക്കുന്നത്. ആ സമയം ദില്ലി ഭരിച്ചിരുന്ന തുഗ്ലക് വംശം അധപ്പതിച്ച അവസ്ഥയിലായിരുന്നു. അതിനാൽ ദില്ലി കീഴടക്കൽ തിമൂറിന് അനായാസമായി. ഇന്ത്യയിൽ വലിയ രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ ആളാണ് തിമൂർ. അദ്ദേഹം ദില്ലിയിൽ പ്രവേശിക്കുന്നതിന്റെ തലേ ദിവസം 100,000 ആളുകളെ വധിക്കാൻ ഉത്തരവിട്ടതായി ചരിത്രരേഖയുണ്ട്. ദില്ലി ആക്രമണത്തിനിടയിലും അനേകം നിരപരാധികൾ കൊല്ലപ്പെട്ടു. തിമൂറിന്റെ കൈകളിലായ ദില്ലി നഗരത്തെ അദ്ദേഹത്തിന്റെ സൈനികർ കൊള്ളയടിക്കുകയും അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. വെറും 15 ദിവസമേ തിമൂർ ദില്ലിയിൽ താമസിച്ചുള്ളൂ. ആ ദിനങ്ങളിൽ അതിഭീകരമായ കൊള്ളയും ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണ് നടന്നത്. 1399 മെയ് മാസത്തിൽ അദ്ദേഹം സമർഖണ്ഡിൽ തിരിച്ചെത്തുകയും ചെയ്തു. 1405 ഫെബ്രുവരിയിൽ ചൈനയിലേക്ക് പട നയിക്കുന്നതിനിടെ ഇന്നത്തെ കസാക്കിസ്ഥാനിൽ സിർദാരിയ നദിയുടെ തീരത്തുവെച്ചാണ് അമീർ തിമൂർ മരിച്ചത്. നേരം ഇപ്പോൾ 4 മണിയായി. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. ഡ്രൈവർ സാർഷത്തും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇഷ്ടമുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് വിട്ടോളാൻ ഞാൻ സാർഷത്തിനോട് പറഞ്ഞു. അങ്ങനെ മംഗൾ സിറ്റി എന്ന ഒരു റെസ്റ്റോറന്റിന് മുന്നിൽ സാർഷത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തി. എനിക്ക് ഗ്യാരണ്ടിയുണ്ട്, ധൈര്യമായി വന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. സമർഖണ്ഡിലെ എന്റെ ടാർഗറ്റ് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. റെസ്റ്റോറന്റിലെ ജീവനക്കാരി സലാഡ് ആദ്യം കൊണ്ടുവന്നു വെച്ചു. നല്ല ഫ്രഷ് ടൊമാറ്റോയും കുക്കുംബറും ഒണിയനുമൊക്കെ ചേർന്ന ഗംഭീര സലാഡ്. ബ്രെഡും സലാഡും ആദ്യമെത്തും. അപ്പോഴേക്കും ബാർബിക്യൂവിന്റെ ചുമതലയുള്ളയാളെ വിളിച്ചു വരുത്തി. നമുക്കൊരു പ്രത്യേക രീതിയിൽ ഫുഡ് വേണം. അതെന്തു വേണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. രാകേഷാണ് ഇതിന്റെ ട്രാൻസ്ലേറ്റർ. എനിക്ക് വേണ്ടത് ഷഷ്ലിക്കയാണ്. കബാബ് വേണ്ടവരുണ്ട്. പിന്നെ സൂപ്പും വേണം. ബ്രെഡ് വന്നു കഴിയുമ്പോഴേ വലിച്ചു കീറി പല കഷ്ണങ്ങളാക്കി ഇടുക എന്നത് ഇവരുടെ വലിയൊരു രസമാണെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ആവശ്യത്തിനെടുത്ത് മീറ്റ് വരുന്നതിനു മുൻപ് തന്നെ സലാഡും കൂട്ടി ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ചായയും വരും. മധുരമില്ലാത്ത കട്ടൻ ചായ. ഇത് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഒട്ടും കടുപ്പമില്ല. ഇവരുടെ ഒരു സിസ്റ്റം ഇങ്ങനെയാണ്. അതിങ്ങോട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് പിന്നെ തിരിച്ചൊഴിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചാണ് ഇതിന്റെ കടുപ്പം കൂട്ടുക. അതിങ്ങനെ അതിഥികൾക്ക് വിളമ്പിക്കൊടുക്കുന്നു. അടുത്തതായി സൂപ്പ് എത്തി. സൂപ്പ് കഴിഞ്ഞ ദിവസം കഴിച്ച അത്ര ഗംഭീരമൊന്നുമല്ല. ഒരു വെള്ളം പോലത്തെ സൂപ്പാണ്. എങ്കിലും തരക്കേടില്ല. അല്പസമയത്തിനകം ഷഷ്ലിക്കയും കബാബുമൊക്കെ എത്തി. അതിലായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ഞാൻ ഷഷ്ലിക്കയാണ് പറഞ്ഞിരുന്നത്. പലതരമുണ്ട്. ആട്, ബീഫ്, ചിക്കൻ എന്നിവയെല്ലാം. ഞങ്ങൾ 3 പേർക്കും ആവശ്യമുള്ളത് 3 പേരും പറഞ്ഞിരുന്നു. ബീഫ് ഷഷ്ലിക്കയാണ് എനിക്കുള്ളത്. നിമിഷ നേരം കൊണ്ട് പ്ലേറ്റുകളെല്ലാം കാലിയായി. ഷാർഷത്ത് സംതൃപ്തനാണ്. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി.
സമർഖണ്ഡിന്റെ വഴികളിലൂടെ സഞ്ചാരം തുടരുകയാണ്. ചൈനയെയും പടിഞ്ഞാറൻ നാടുകളെയും പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന പുരാതന പട്ടുപാതയിലെ പ്രധാന പട്ടണം, തിമൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന നാട്. BCE 329 മഹാനായ അലക്സാണ്ടർ ഇവിടം കീഴടക്കുമ്പോൾ ഈ നഗരത്തിന്റെ പേര് മാർഖണ്ഡ എന്നായിരുന്നു. പിന്നീട് പല സൈന്യങ്ങളും സംസ്കാരങ്ങളും സമർഖണ്ഡിലൂടെ കടന്നുപോയി. 13-ാം നൂറ്റാണ്ടിൽ മംഗോൾ സാമ്രാജ്യാധിപൻ ചെങ്കിസ് ഖാന്റെ ഭരണത്തിലായി ഇവിടം. പിന്നെയാണ് അമീർ തിമൂർ എന്ന യുദ്ധവീരൻ സമർഖണ്ഡ് ആസ്ഥാനമായി അതിവിപുലമായ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചത്. പട്ടുപാത നിലനിന്ന കാലത്തെ കൈത്തൊഴിലുകൾ തലമുറകളിലേക്ക് കൈമാറി ഇന്നും സംരക്ഷിച്ചു പോരുന്ന അപൂർവ നാടാണ് സമർഖണ്ഡ്. ആ ചരിത്രഭൂമിയിലൂടെയുള്ള സഞ്ചാരം ഞങ്ങൾ തുടർന്നു.